ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. പാസ്കലിനെ കുറിച്ച് കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ലല്ലോ. ലോക പ്രശസ്ത തത്വചിന്തകനും ശാസ്ത്രജ്ഞനുമായിരുന്നുവല്ലോ പാസ്കൽ. ബ്ലെയ്സ് പാസ്കൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം കോണിഘടകങ്ങളുടെ രഹസ്യം കണ്ടെത്തി. പിന്നീട് അദ്ദേഹം ഗണിതശാസ്ത്രത്തിൽ പാസ്കൽ തിയറി കണ്ടുപിടിച്ചു. ലോകപ്രശസ്തനായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഒരു സുവിശേഷ സ്നേഹിയായിരുന്നു. 1656 അദ്ദേഹം ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഈ ബൈബിളിൽ അടങ്ങിയിരിക്കുന്നതായ സത്യം അദ്ദേഹം ഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്വർഗീയ ദർശനം അദ്ദേഹത്തിന് ഉണ്ടാകുകയും അദ്ദേഹം ഫ്രാൻസിൽ, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വീട്ടിലിരുന്നു കൊണ്ട് ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മുറിയിൽ ഒരു ദൈവിക സാന്നിധ്യം, യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിറവോടെ അനുഭവിപ്പാൻ കർത്താവ് അദ്ദേഹത്തിന് അനുഭവങ്ങൾ കൊടുത്തു. അദ്ദേഹം തൻ്റെ ജീവിതം സമ്പൂർണ്ണമായി കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്നുവെങ്കിലും ഒരു താത്വിക ആചാര്യനായിരുന്നുവെങ്കിലും ഗണിതശാസ്ത്രത്തിൽ അനേക കണ്ടുപിടുത്തങ്ങൾ നടത്തി. നിങ്ങൾക്കറിയാമോ, സിറിഞ്ച്, അതുപോലെ വാക്വം പമ്പ് തുടങ്ങിയതായ ബാരോമീറ്റർ, എയർ കംപ്രസർ, ഹൈഡ്രോളിക് പ്രസ്, ഇതെല്ലാം കണ്ടുപിടിച്ചത് പാസ്കലാണ്. പക്ഷെ അദ്ദേഹം തികഞ്ഞ ക്രിസ്തുഭക്തനായിരുന്നു, സുവിശേഷ പ്രേമിയായിരുന്നു. മാത്രമല്ല, അദ്ദേഹം സകലവും യേശുവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ജീവിതവും ഭാവിയും എല്ലാം കൊടുത്ത് യേശുവിന് വേണ്ടി ജീവിച്ച ഒരു ഉന്നതനായ വ്യക്തിയായിരുന്നു. ദൈവനാമത്തിൽപ്പെടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു മനുഷ്യന് ഈ ഭൂമി ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം, അദ്ദേഹം ഏത് ജീവിത നിലവാരത്തിലുള്ള ഒരു വ്യക്തിയുമാകട്ടെ, പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, ദരിദ്രനാകട്ടെ, ധനികനാകട്ടെ, പ്രസിദ്ധനാകട്ടെ, ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കൊച്ചു മൂലയിൽ ഒതുങ്ങിക്കഴിയുന്നൊരു വ്യക്തിയാകട്ടെ, ആരുമാകട്ടെ, അവൻ ഭാഗ്യവാനാകുന്നത് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുമ്പോഴും യേശുവിനെ അനുഗമിക്കാൻ തൻ്റെ ജീവിതം വിട്ടുകൊടുക്കുമ്പോഴുമാണ്. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം വായിക്കാൻ കഴിയും: പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. അതിൽ ശീമോൻ പത്രോസുണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്. അത്രയൊക്കെ നമുക്ക് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അവർ ചുരുങ്ങിയത് ഈ 3 പേരുണ്ട്. അവര് എല്ലാം വിട്ട്, അവർക്കുണ്ടായിരുന്ന പടക് എന്തിനെ സൂചിപ്പിക്കുന്നു? അവരുടെ ഉപജീവന മാർഗം, അവർക്കുണ്ടായിരുന്ന എല്ലാം അവർ വിട്ടു. എന്തിന്? യേശുവിനെ അനുഗമിക്കുവാൻ. അവരെല്ലാം കരയ്ക്കടുപ്പിച്ചു. എന്നിട്ട് യേശുവിൻ്റെ പിന്നാലെ യേശുവിനെ അനുഗമിക്കാൻ പുറപ്പെട്ടു. അപ്പൊ നാളത്തെ ഭക്ഷണമോ, കുടുംബത്തിൻ്റെ കാര്യങ്ങളോ, മക്കളുടെ പഠനമോ, 100 കാര്യങ്ങളില്ലേ, ഒന്നും ചിന്തിച്ചില്ല. ഒന്നും ചിന്തിച്ചിട്ടല്ല യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നത്. അത് വിശ്വാസമാണ്. ഒന്നും ചിന്തിച്ചാൽ ഒരു പക്ഷെ നമുക്കൊരു എത്തും പിടിയും കിട്ടുകയില്ല. എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ആര് നോക്കും? എൻ്റെ മക്കളുടെ കാര്യം ആര് നോക്കും? എൻ്റെ ഭാര്യയുടെ കാര്യം ആര് നോക്കും? എൻ്റെ വീടിൻ്റെ സംരക്ഷണം ആര് ചെയ്യും? ഇങ്ങനെ 100 ചോദ്യങ്ങളുമായിട്ട് ഇരുന്നാൽ നമുക്ക് യേശുവിൻ്റെ പിന്നാലെ പോകാൻ പറ്റുകയില്ല. എല്ലാം നോക്കിക്കൊള്ളുമെന്നുള്ള ഉറപ്പോടെ ദൈവകരങ്ങളിലേക്ക് എല്ലാം ഏൽപ്പിച്ച് ഒരിക്കലായി ഇറങ്ങിത്തിരിക്കുകയാണ്. അത് ഭാഗ്യമാണ്. കർത്താവിന് സ്തോത്രം. ശീമോന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെ ജീവിതത്തിൽ എല്ലാം കർത്താവ് നിവർത്തിച്ചു കൊടുത്തു. അവരുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് നോക്കി. ശീമോന്റെ അമ്മാവിയമ്മ ജ്വരം പിടിച്ചു കിടന്നു. യേശു അവിടെ ചെന്നു അവളെ സൗഖ്യമാക്കി. ശീമോൻ പത്രോസിന് കരം കൊടുക്കാൻ മാർഗമുണ്ടായിരുന്നില്ല. പക്ഷേ യേശു അവന് വേണ്ടി കരുതി. ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കുമ്പോൾ കർത്താവ് കരുതി. കിട്ടുന്ന അവസരം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആഹ്വാനം ചെയ്യുന്ന സമയം, നമ്മുടെ ജീവിതം യേശുവിനെ അനുഗമിക്കാൻ, യേശുവിന്റെ മുഖത്തുള്ള വേലയ്ക്കായി എല്ലാം സമർപ്പിക്കുന്നതാണ് ഭാഗ്യം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ തന്റെ ജീവിതാനുഭവം പറയുന്നു. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളോട് അറിയിക്കേണ്ടതിന് അവനെ എന്നെ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല. ഞാൻ മാംസരക്തങ്ങളോട് ആലോചന ചോദിക്കുകയോ
എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായിരുന്നവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. എന്തൊരു കരുത്തുറ്റ വാക്കുകളാണത്! ഒരു കാലത്ത് സുവിശേഷത്തിനെതിരായി ദൈവമക്കളെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് അവരെ കൊല്ലുവാൻ പോലും മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്നും അധികാരപത്രം വാങ്ങി ദമസ്കോസ് പട്ടണത്തിലുള്ളവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുവാൻ പോയ പൗലോസിനെ കർത്താവ് രൂപാന്തരപ്പെടുത്തി. കർത്താവ് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കർത്താവിന് വേണ്ടി ഓട്ടം തുടങ്ങും. മകനെ, ഇന്ന് നീ കർത്താവിന് വേണ്ടി ഓടാതിരിക്കുന്നത് നിന്നെ വാസ്തവമായി തൊട്ടതാരെന്ന് നീ തിരിച്ചറിയുന്നില്ല. ഹല്ലേലൂയ! യേശു തൊട്ട ജീവിതങ്ങൾ അടങ്ങിയിരിക്കുകയില്ല. യേശു ജീവിതത്തിൽ മാറ്റം വരുത്തിയവര് അവരുടെ നാവടങ്ങുകയില്ല, അവരുടെ ശരീരം അടങ്ങിയില്ല. ഒരു പീഡയ്ക്കോ ഒരു പീഡനത്തിനോ നിയമങ്ങൾക്കോ അവർക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹമോ ദൈവവേലയ്ക്കുള്ള എരിവോ നഷ്ടപ്പെടുത്തി കളയാൻ കഴിയുകയില്ല. കർത്താവിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. പത്രോസ് അപ്പോസ്തലനും അങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണ്. 11-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിച്ചു, അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ടു, പടക് വിട്ടു, വല വിട്ടു, എല്ലാം വിട്ടു, യേശുവിനെ അനുഗമിച്ചു. ഇങ്ങനെ വേദപുസ്തകത്തിന്റെ ചരിത്ര താളുകളിൽ നാം നോക്കിയാൽ അനേകർ, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എത്രയോ ആളുകൾ നമുക്കറിയാം. എലീശ തൻ്റെ പാടത്ത് ഉഴുവുകാരോടുകൂടെ നിലമുഴുകയായിരുന്നു. ഏറ്റവും ഒടുവിലത്തെ കാളയോടുകൂടെയായിരുന്നു എലീശ ഉഴുകൊണ്ടിരിക്കുമ്പോൾ ഏലിയാവ് തൻ്റെ പുതപ്പ് എലീശയുടെ മേലിട്ടു. പുതപ്പ് വീണ ഉടനെ കലപ്പയിൽ നിന്നും കൈ പറിഞ്ഞു. പിന്നെ എന്താ ചെയ്തത്? പിന്നെ ഏലിയാവിന്റെ പിന്നാലെ കൂടി. കർത്താവിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. എലീശയും അങ്ങനെ ചെയ്തു. എലീശ പൂട്ടിക്കൊണ്ടിരുന്ന കാളയെ ഖണ്ഡമായി നുറുക്കി താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കലപ്പ വെട്ടിക്കേറി അവിടെ ഒരു യാഗപീഠം പണിത് കാളകളെ ദഹിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, സകലവും വിട്ട് അനുഗമിക്കാൻ കൊള്ളാവുന്നവനാണ് യേശു. എല്ലാം വിട്ട് അനുഗമിച്ചാൽ നമ്മുടെ കാര്യം ഏറ്റെടുക്കുന്നവനാണ് യേശു. നമ്മൾ ചിന്തിക്കും, മറ്റനേകർ ചിന്തിക്കും, എൻ്റെ കാര്യം ഞാൻ കുറച്ചെങ്കിലും നോക്കണ്ടേ? എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, എൻ്റെ വരുമാനത്തിൻ്റെ കാര്യം, എൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യം, എൻ്റെ മക്കളുടെ കാര്യം, അവരുടെ പഠനത്തിൻ്റെ കാര്യം, അവരുടെ വസ്ത്രത്തിൻ്റെ കാര്യം, ഇങ്ങനെ 100,000 ആവശ്യങ്ങളുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് നഷ്ടമല്ലേ? ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ നാം ഇറങ്ങിത്തിരിച്ചാൽ നമ്മുടെ കാര്യം കർത്താവ് നോക്കും, ഉറപ്പാണ്. അല്ലെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നു, എൻ്റെ നാമത്തിൽ സഹോദരങ്ങളെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് ഈ ഭൂമിയിൽ തന്നെ 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെ അവകാശമാക്കും. വലിയ ഭാഗ്യമാണ് യേശുവിന് വേണ്ടി ഈ ജീവിതം വേർതിരിക്കുക. വലിയ ശ്രേഷ്ഠ പദവിയാണ് യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കുക. എല്ലാം വിട്ട് യേശുവിനെ അനുഗമിക്കുക. പ്രിയപ്പെട്ടവരെ, എല്ലാം വിട്ടങ്ങനെ അനുഗമിക്കുന്നത് ബുദ്ധിയാണോ? ബുദ്ധിയിൽ ആലോചിച്ചാൽ മകനെ നിനക്കൊരു അന്തവും കിട്ടുകയില്ല. എല്ലാം വിട്ടിട്ട് യേശുവിൻ്റെ പിന്നാലെ പോകുന്ന അത്ര നല്ല കാര്യമാണോ? പലരും ചിന്തിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ കാര്യം കർത്താവ് നോക്കും. പോരാ, നിത്യയുടെ കാര്യം കർത്താവ് നോക്കും. നമ്മുടെ മക്കളുടെ കാര്യം കർത്താവ് നോക്കും. അവരുടെ പഠനം, അവരുടെ ഭാവി, അവരുടെ കാര്യങ്ങൾ എല്ലാം തൊട്ട് കർത്താവ് നടത്തും. ഞാൻ അനുഭവത്തോട് ചേർത്താണ് പറയുന്നത്. നല്ല യൗവന പ്രായത്തിൽ 19-ാമത്തെ വയസ്സിലാണ് ജീവിതം കർത്താവിന് കൊടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത്. എല്ലാം വിട്ടു എന്ന് പറയാനൊന്നും എനിക്ക് അഭിമാനിക്കാൻ വകയില്ല. എങ്കിലും എൻ്റെ നാഥൻ്റെ സ്നേഹം എന്നെ തലോടിയപ്പോൾ, കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയുടെ പിന്നാലെ വരുന്നു, എൻ്റെ നാഥനെ അനുഭവിപ്പാൻ ഒരു തുടക്കം കിട്ടി. ഒരു തുടക്കമെന്ന് എനിക്ക് പറയാൻ പറ്റൂ. തുടക്കം, പക്ഷെ അത് നല്ല തുടക്കമായിരുന്നു. വെൽ ബിഗൻ, ഹാഫ് ഡൺ. യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കാൻ തുടങ്ങിയാൽ അത് ജീവിതത്തിൻ്റെ പകുതിയിൽ കൂടുതൽ വിജയമായി. ഇന്ന് പരാജയപ്പെട്ട് കിടക്കുന്നവരെ, നിങ്ങളുടെ ജീവിതം പരാജയമടഞ്ഞ് കിടക്കുകയാണോ? നിങ്ങളുടെ ജീവിതം നിരാശയിൽ കിടക്കുകയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നേടിയില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ സങ്കടപ്പെട്ട് യാക്കോബ് പണ്ട് പറഞ്ഞതുപോലെ ഞാൻ ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതുമെന്നോർത്ത് നിങ്ങൾ നിരാശയിൽ കഴിയുന്നവരാണോ? ഇന്ന് കൊടുക്കൂ നിങ്ങളുടെ ജീവിതം യേശുവിന്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പകുതിയിൽ കൂടുതൽ വിജയം അപ്പോൾ തന്നെ നടക്കും. പിന്നെ ബാക്കി കാര്യങ്ങളോ അത് കർത്താവ് നോക്കിക്കൊള്ളൂ. എനിക്ക് നല്ല ഉറപ്പാണ്. അനുഭവങ്ങളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് നന്ദിയെ പറയാനുള്ളൂ. കർത്താവേ, ഇന്ന കാര്യം അവിടുന്ന് എനിക്ക് ചെയ്തു തന്നില്ലല്ലോ എന്ന് പറയാൻ എനിക്കൊന്നും എൻ്റെ ഓർമ്മയിലില്ല. എല്ലാം കർത്താവ് തന്നു, ഒന്നിനും കുറവ് വരുത്തിയില്ല. ആത്മീയമായും ഭൗതികമായും കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, കുടുംബമായി അനുഗ്രഹിച്ചു.
നല്ല ഔദ്യോഗിക പദവി തന്നു, നല്ല കുടുംബ ജീവിതം തന്നു, നല്ല ഭാര്യയെ തന്നു, നല്ല കുഞ്ഞുങ്ങളെ തന്നു, നല്ല കുടുംബം തന്നു, നല്ല മാതാപിതാക്കളെ തന്നു, നല്ല സഹോദരങ്ങളെ തന്നു, നല്ല ആത്മീയ കൂട്ടായ്മ തന്നു. കർത്താവിനെ സാക്ഷിക്കാൻ ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ പോയി യേശുവിനെ സാക്ഷിപ്പാനും യേശുവിന്റെ സുവിശേഷം അറിയിപ്പാനും അവസരങ്ങൾ തന്നു. ഞാൻ എൻ്റെ ഔദ്യോഗിക കാര്യത്തിന് വേണ്ടിയും ദൈവവേലയോടുള്ള ബന്ധത്തിലും അനേക വിദേശ രാജ്യങ്ങളിൽ പോകാനിടയായിട്ടുണ്ട്. അവിടെയെല്ലാം എൻ്റെ യേശുവിനെ സാക്ഷിപ്പാൻ, യേശുവിനെ ഉയർത്താൻ, എന്നെ സ്നേഹിച്ച എൻ്റെ യേശുവിനെ ഉയർത്താൻ എനിക്ക് കർത്താവ് ഭാഗ്യം തന്നു. നിസ്സാരതയിൽ നിന്ന് കുപ്പയിൽ നിന്ന് എന്നെ ഉയർത്തി എൻ്റെ കർത്താവിനെ ഉയർത്താൻ, എൻ്റെ നാഥനെ ഉയർത്താൻ എനിക്ക് അവസരം തന്നു. പ്രിയരെ, നിങ്ങൾ എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചാൽ നഷ്ടമല്ല, എല്ലാ ലാഭമാക്കി തരും. ഞാൻ പറഞ്ഞത് യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങിയാൽ കോടീശ്വരനാവുമെന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ആകാം, ആകട്ടെ ആകാതിരിക്കട്ടെ, യേശുവിനെ അല്ലേ അനുഗമിക്കുന്നത്. ഹി ഈസ് ദ ലോർഡ് ഓഫ് ലോർഡ് ആൻഡ് ഹി ഈസ് ദ കിങ് ഓഫ് കിങ്. രാജാതി രാജാവും കർത്താതി കർത്താവും പ്രഭുക്കന്മാരുടെ പ്രഭുവായവനെയാണ് നാം പിൻഗമിക്കുന്നത്. അത് എത്ര ശ്രേഷ്ഠമാണ്, എത്ര ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നത്. ടി വിയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഈ ശുശ്രൂഷകൾ പോകുന്നുണ്ട്. ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും എല്ലാം ഇതിൻ്റെ കൊച്ചു കൊച്ചു ഭാഗങ്ങൾ പോകുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. സൂം പ്ലാറ്റ്ഫോമിലൂടെ ഈ ശുശ്രൂഷ ലൈവായി നടക്കുമ്പോൾ ആ ശുശ്രൂഷകൾ ഞങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. കർത്താവിന് സ്തോത്രം. ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എല്ലാവരും യേശുവിനെ കാണണം, എല്ലാവരും യേശുവിനെ അറിയണം, യേശുവിൻ്റെ സ്നേഹം എല്ലാവരും രുചിക്കണം, യേശുവിനെ എല്ലാവരും അനുഗമിക്കാൻ വേണം. യേശുവിനെ എല്ലാവരും അനുഗമിക്കണം. അനുഗമിക്കാൻ കൊള്ളാവുന്ന യേശു മാത്രമേ ഉള്ളൂ, മറക്കരുത്. ഈ ഭൂമിയിലെ മനുഷ്യരെ അനുഗമിച്ചാൽ അവർ മാറും, അവരുടെ സ്നേഹം മാറും, അവരുടെ കരുതൽ മാറാം. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവിടും, മാതാപിതാക്കളും ചിലപ്പോൾ മറന്നുപോകും. മരണത്തിൻ കുഴിയിൽ താഴ്വരയിൽ കടക്കുവോളം പിരിയാതെ നമ്മുടെ കൂടെ പാർക്കുന്നവനാണ് കർത്താവ്. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നു പോകും. മരണത്തിൻ കൂരിരുൾ താഴ്വര കഴിവോളം പിരിയാതൻ കൂടവേ പാർത്തിടും താൻ. എത്ര മനോഹരമാണത്. ഈ ഭാഗ്യം നിങ്ങൾക്ക് വേണമോ? എങ്കിൽ കൊടുക്കൂ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം. യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിക്കൂ. ഞാൻ ഇന്നു മുതൽ യേശുവിനെ സ്നേഹിക്കും, യേശുവിനെ അനുഗമിക്കും, യേശുവിനായി ജീവിക്കും. അങ്ങനെ നിങ്ങൾക്കൊരു തീരുമാനമുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരം നിങ്ങൾ ശിരസിൽ വയ്ക്കും, നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾ വിടുവിക്കും. എല്ലാ നന്മകളാലും ആത്മീയമായും ഭൗതികമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതിനിടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നിറപടിയായി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം